പാലക്കാട് കാർ കത്തിയ അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ച രണ്ടുപേരുടെയും ഭൗതികദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുക. നമ്മൾ ആദ്യം അതിലേക്കാണ്. സൗതമൻ വിശദവിവരങ്ങളുമായി ചേർന്നു. ശ്യാം, സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? പൊതുദർശനം എത്ര സമയമുണ്ടാകും? മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നയിക്കും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ. ശ്യാമിനെ കേൾക്കാമെന്ന് കരുതുന്നു. ഭൗതികദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, എന്താണ് വിവരങ്ങൾ? കുട്ടികളുടെ മൃതദേഹം കുട്ടികൾ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുപോകും. നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയിലെ ജീവനക്കാർക്കും പറഞ്ഞു സംസാരിക്കുന്നുണ്ട്. കേൾക്കാം ശ്യാം, പറയും. കുട്ടികളുടെ മൃതദേഹം അല്പനിമിഷം കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്നും കുട്ടികൾ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുപോകും. അത് പറഞ്ഞ് പുൽപ്പള്ളി സ്കൂളിലാണ് മൃതദേഹം എത്തിക്കുക. ഇപ്പോൾ നിലവിൽ ഈ പാലന ആശുപത്രിയിൽ ആയിരുന്നു കുട്ടികളുടെ അമ്മ ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഈ ആശുപത്രിയിലെ ജീവനക്കാർക്കും മറ്റും ആളുകൾക്കും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചെറിയ പ്രാർത്ഥനാ കർമ്മങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. രണ്ട് കുട്ടികളാണ്, ആൽഫ്രഡും എമിലീനയും. ഇവരുടെ പ്രായം 4 വയസ്സും അതോടൊപ്പം തന്നെ 6 വയസ്സുമാണ്. ആൽഫ്രഡിന് 6 വയസ്സ്, എമിലീനയ്ക്ക് 4 വയസ്സ്. ഇവർ രണ്ടുപേരും ചെറിയ വിദ്യാർത്ഥികളാണ്. കാറിനുള്ളിൽ പുറകിലെ ബാക്ക് സീറ്റിലിരുന്ന കുട്ടികളാണ്. അമ്മയും മൂത്ത മകളുമായിരുന്നു മുമ്പിലിരുന്നത്. അമ്മ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു അപകടം ഉണ്ടാകുകയും തുടർന്ന് ഈ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നീട് അമ്മയ്ക്കും കാര്യമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസക്കാലം ഈ മോർച്ചറിയിലെ ഈ തണുപ്പിൽ ഈ കുട്ടികൾ ഇരിക്കുകയായിരുന്നു. കാരണം അമ്മയെ ഒരു നോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വിഫലമാകുന്നൊരു സാഹചര്യമാണ്. അമ്മയുടെ നിലയും അല്പം ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിലെ മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിലാണ് നിലവിൽ അമ്മയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഏറ്റവും മൂത്ത ആൾ കൂടിയായിട്ടുള്ള അലീനയും ഈ മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ എൽസി എന്ന് പറയുന്ന ഈ കുട്ടികളുടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലും മറ്റുമൊക്കെ കഴിയുന്നത്. എന്തായാലും നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ വളരെയേറെ സങ്കടത്തിലാണ്, കണ്ണീരിൽ ആഴ്ന്നിരിക്കുകയാണ്. കാരണം 2 കുരുന്നുകൾ ഒരുപാട് ജീവിതവും മറ്റുമൊക്കെ സ്വപ്നം കണ്ടു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടത്തിൽ 2 പേരുടെയും ജീവൻ നഷ്ടമായിരിക്കുന്നു. ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ഭൗതികദേഹങ്ങൾ ആരാണ് ഏറ്റുവാങ്ങുന്നത്? ഒപ്പം ആരൊക്കെയാണുള്ളത്? മോത്തി, നിലവിൽ ഈ കുട്ടികളുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഈ എൽസ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് 55 ദിവസങ്ങൾക്ക് മുൻപ് ക്യാൻസർ ബാധിതനായി മരിച്ചതാണ്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. നിലവിൽ ഇവിടെ നിന്നും ഈ കുട്ടികളുടെ അമ്മയുടെ നാടായിട്ടുള്ള താവളം, അതായത് അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ വീട്ടുവളപ്പിൽ ഏകദേശം 3 മണിയോടുകൂടി എത്തിക്കും. അവിടെ തുടർന്ന് 3:15 അവിടുത്തെ താവളം ഹോളി ട്രിനിറ്റി ദേവാലയ പാരിഷ് ഹാളിൽ കൊണ്ടുപോവുക. ഈ ഒരു സാധാരണ ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു 1.5 വർഷക്കാലം ഈ ഭർത്താവിൻ്റെ ചികിത്സയും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് സാമ്പത്തികവും ഒക്കെ ചെലവഴിച്ച് അതിനിടയിലാണ് ഇവർ ഈ പാലക്കാട്ടേക്ക് വന്നിട്ട് ഏകദേശം 8 വർഷക്കാലമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഈ കുട്ടികളുമായി ഈ അമ്മ ജോലി കഴിഞ്ഞു വീട്ടിൽ വന്ന ശേഷം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് പെട്ടെന്ന് ഈ ഒരു അപകടം. ഈ കാറിൽ നിന്ന് കാർ സ്റ്റാർട്ടാക്കുന്ന വഴി ആ കാറിൽ നിന്ന് തീ ഉയർന്ന് വലിയ തോതിൽ തീപിടുകയും മറ്റുമൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ മൂത്ത മകളടക്കം ഉൾപ്പെടെ
നിലവിൽ അമ്മയ്ക്കൊപ്പം ചികിത്സയിലാണുള്ളത്. കഴിഞ്ഞ ദിവസവും അമ്മ ചെറിയ രീതിയിൽ കണ്ണു തുറന്നപ്പോൾ ചോദിച്ചത് മക്കളെക്കുറിച്ചാണ്. കൂടാതെ മുത്തശ്ശിയുണ്ട്. ഈ മുത്തശ്ശിയും ഇത്തരത്തിൽ ഈ മക്കളുടെ മരണവിവരം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ എറണാകുളത്തെ മെഡിക്കൽ സെൻ്റർ ആശുപത്രിയിൽ നിന്ന് മുത്തശ്ശിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുത്തശ്ശിയെ ഈ കുട്ടികളെ കാണിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ്. കാരണം അവസാനമായിട്ട് ഇനി ആ മുത്തശ്ശിക്കെങ്കിലും കാണാൻ കഴിയട്ടെ എന്നതാണ് പ്രധാനമായിട്ടും പറയുന്നത്. കാരണം ഈ 2 ദിവസക്കാലം ഈ മൃതദേഹം ഈ മോർച്ചറിയിൽ പ്രധാനമായിട്ടും വെച്ചതും അമ്മ ഒരുപക്ഷെ സ്റ്റേബിളായി വന്നാൽ അമ്മയെ ഒരിക്കൽ കൂടി കാണിക്കാം എന്ന ഒരു ഉദ്ദേശമായിരുന്നു. പക്ഷേ നിലവിൽ അമ്മയുടെ സ്ഥിതി ഇപ്പോഴും വളരെ വഷളായ രീതിയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അധികം വൈകിപ്പിക്കേണ്ട, കുട്ടികളെ സംസ്കരിക്കാം എന്ന തീരുമാനത്തിൽ എത്തുകയും അങ്ങനെ പള്ളി വികാരിയും ഇപ്പോൾ നിലവിൽ പള്ളി വികാരിയാണ് സംസാരിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഈ കുട്ടികൾ പഠിച്ച ആ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സ്കൂളിൽ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ആ കുഞ്ഞുങ്ങളെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നോവായി മാറുകയാണ് ഈ കുടുംബം ഒന്നടങ്കം, ശ്യാം. അതായത് അച്ഛൻ ദിവസങ്ങൾക്ക് മുൻപ് 55 ദിവസങ്ങൾ ആയേ ഉള്ളൂ മരണപ്പെട്ടിട്ട്. ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ബാധിതനായി മരണപ്പെട്ട ജീവിതം ഒരു തരത്തിൽ ഈ മക്കൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം കൂടി ഉണ്ടായത്. അതിൽ 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ആ അമ്മയും ഒരു മകളും ഒപ്പം അമ്മൂമ്മയുമാണ്. അവരും ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ അമ്മ. ഒപ്പം ജോലി ചെയ്യുന്ന മനുഷ്യർക്കും അതൊരു തീരാ നോവായി മാറുന്നത് അതുകൊണ്ടാണ്. ഈ 2 പേരും നഷ്ടപ്പെട്ടു. ഇനി മുന്നോട്ടുള്ള ജീവിതം, ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടം, ശ്രമങ്ങൾ, ഇതൊക്കെ വല്ലാത്തൊരു ദുരന്തമായ കുടുംബത്തിൽ വന്ന് ഭവിച്ചിരിക്കുകയാണ്. 2 പേരുടെയും ഭൗതികദേഹം ഇപ്പോഴത്തെ പാലര ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ. പ്രാർത്ഥനകൾക്ക് ശേഷം 2 കുഞ്ഞുങ്ങളുടെയും മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. വൈകിട്ട് 3 മണിയോടെയാണ് ഇരുവരുടെയും സംസ്കാരം നടക്കുക. അമ്മയുടെ നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. എമിൽ മരിയയുടെയും ആൽഫ്രഡിൻ്റെയും ഭൗതികദേഹങ്ങളാണ് ഇപ്പോൾ പാലക്കാട് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആശുപത്രിയിൽ നിന്നും. ശ്യാം പ്രസാദ് ഉത്തമൻ ചേർന്നു. ശ്യാം, അവസാന യാത്രയാണ് ഇരുവരുടെയും. അമ്മയോടൊപ്പം സന്തോഷത്തോടുകൂടി സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ കാറിൽ കയറിയിരുന്ന യാത്ര ആരംഭിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു അന്ത്യയാത്രയിലേക്ക് പോയതല്ലേ? തീർച്ചയായിട്ടും ഏറെ കരളരിയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ശവമഞ്ചം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പുറത്തേക്ക് എടുത്ത ആംബുലൻസിലേക്ക് കയറ്റി വെളുത്ത റോസാപ്പൂക്കളാൽ അലങ്കരിച്ചുകൊണ്ടാണ് ആ കുരുന്നുകളെ ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനു മുന്നേ ആ കുരുന്നുകൾ പഠിച്ച സ്കൂളിലേക്കാണ്. ആ കുരുന്നുകളെ കാത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികൾ കണ്ണ് നനയിച്ച് കാത്തിരിപ്പുണ്ട്. കാരണം അത്രയേറെ വേദനയുണ്ട്. ഒരു പറക്കമുറ്റാത്ത കുട്ടികളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവരുടെ ജീവൻ, അതും കാറിലിരുന്ന് ഏകദേശം വെന്തിരുകുന്നൊരു അവസ്ഥ, അത്രയേറെ വേദനകൾ സഹിക്കുന്നൊരവസ്ഥ. ഒരുപക്ഷെ ആ കുട്ടികൾക്ക് രക്ഷപ്പെടാമായിരുന്നു. അവർ ആകെ പേടിച്ചരണ്ടു പോയി. ആ ഘട്ടത്തിലാണ് അമ്മ തൻ്റെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ അമ്മയ്ക്കും കൂടുതൽ ഗുരുതരമായ രീതിയിൽ പൊള്ളലേക്കുന്നത്. മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷേ അതും വിഫലമാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ 70%-ലധികം 2 കുട്ടികൾക്കും പൊള്ളലേറ്റിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏകദേശം 1 ദിവസം മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞു. പിറ്റേന്ന് ശനിയാഴ്ച വൈകിട്ടോടുകൂടി 2 കുട്ടികളുടെയും മരണം സംഭവിക്കുകയായിരുന്നു. അത്രയേറെ വേദനകൾ ആ കുട്ടികൾ അനുഭവിച്ചിട്ടുമുണ്ട്. ഇനി ഇവിടെ നിന്നും ആ കുട്ടികൾ പഠിച്ച സ്കൂളിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്, പുൽപ്പള്ളി സ്കൂളിലേക്ക്. നിലവിൽ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ആ അമ്മയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന അമ്മയുടെ സഹപ്രവർത്തകരാണ്. അവരെല്ലാവരും ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം 2 കുരുന്നുകൾ, ആ കുരുന്നുകൾ ഇവിടെ നിന്നും അമ്മ ജോലി ചെയ്ത അതേ ആശുപത്രിയിലെ മോർച്ചറിയിൽ 2 ദിവസക്കാലം കാത്തുകെട്ടിക്കിടന്നു. ആ അമ്മയെ ഒരുപക്ഷെ ഒരിക്കൽ കൂടി അമ്മയെ കാണിക്കണം എന്ന ഒരു ആഗ്രഹപ്രകാരമായിരുന്നു
അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. പക്ഷേ അമ്മയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 2-3 തവണ അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ ഈ കുട്ടികളെക്കുറിച്ച് തന്നെയാണ് അമ്മ തിരക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനി അധികം വൈകിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്താൽ ഈ കുട്ടികളുടെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാം എന്ന ഒരിതിലേക്ക് നാട്ടുകാരും മറ്റുമൊക്കെ എത്തിച്ചേർന്നത്. ആൽഫ്രഡിൻ്റെയും എവ്ലീനയുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനകളോടെ ഭൗതികദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റി നാട്ടിലേക്ക് സംസ്കാരത്തിനായി പൊതുദർശനത്തിനായി ഒക്കെ കൊണ്ടുപോവുകയാണ്. എമിൽ മരിയും ആൽഫ്രഡും അങ്ങനെ അവസാനമായി അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയാതെയാണ് ഇരുവരുടെയും മടക്കം. ഏറെ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ വന്നു പതിക്കുന്ന ദുരന്തങ്ങൾ ഒന്നൊന്നായി വരികയായിരുന്നു. അത് ആദ്യം അച്ഛൻ്റെ വിയോഗം, അസുഖവും വിയോഗവും, തുടർന്ന് ഇപ്പോഴിതാ ഈ ഒരു ദുരന്തം കൂടി. ആ അമ്മ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും തെളിഞ്ഞു വരുന്ന ബോധത്തിൽ ഈ മക്കളെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നറിയുമ്പോൾ ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണത്. ഇപ്പോഴിതാ എമിൽ മരിയെയും ആൽഫ്രഡിനെയും ആംബുലൻസിൽ കയറ്റി നാട്ടിലേക്ക് പൊതുദർശനത്തിനും തുടർന്ന് സംസ്കാരത്തിനുമായി കൊണ്ടുപോവുകയാണ്.